ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇതെന്താ സത്യേട്ടൻ ഒറ്റയ്ക്ക്? ശ്യാമേട്ടൻ വന്നില്ലേ? ഇല്ല, അവനൊന്ന് അച്ഛനടുത്ത് കയറി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നെ ജംഗ്ഷനിൽ ഇറക്കിയിട്ട് അവൻ പോയത്. എങ്കി അങ്കിളിനെ കാണാൻ സത്യേട്ടനും പോവായിരുന്നില്ലേ? അതിന് ഞാൻ 2 ദിവസം മുൻപ് അങ്കിളിനെ പോയി കണ്ടതല്ലേ പ്രതിഭേ. എനിക്കാണെങ്കിൽ നല്ല തലവേദന. ചായ ഇട്ട് തരട്ടെ? വേണ്ട, ചായ ഞാൻ വരുമ്പോ കുടിച്ചു. മുറിയിൽ തലവേദനയ്ക്കുള്ള ഗുളികയുണ്ട്, അതൊന്ന് എടുത്തു തന്നാ മതി. ആ, നമ്മുടെ ചീരു ഹോസ്പിറ്റലിലെ സോനെ. അവൾക്ക് എന്ത് പറ്റി സത്യേട്ടാ? ചീരു വീണ്ടും വിനയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയല്ലോ. അന്ന് രാത്രി തന്നെ അവള് ടേബിളിൽ വയറടിച്ച് നിലത്തി വീണത്രേ. ഈശ്വര, അവൾ പ്രഗ്നന്റ് അല്ലേ സത്യേട്ടാ? വയറടിച്ച് വീണാലുള്ള അവസ്ഥ എന്താ? വിനയന്റെ വീട്ടിൽ വെച്ചാണ് വീണതെങ്കിൽ അതിന്റെ പിന്നിൽ അവൻ തന്നെ ആയിരിക്കും. കുറെ കാലമായി അവനവളെ കൊല്ലാൻ നടക്കായിരുന്നില്ലേ? അല്ല, ചീരു ഹോസ്പിറ്റലാണെന്ന് നിന്നെ ആരാടാ വിളിച്ചു പറഞ്ഞേ? അവള് തന്നെയാണോ? വയ്യാതെ കിടക്കുന്ന ചീരു എങ്ങനെ അമ്മേ എന്നെ വിളിച്ചു പറയുന്നത്? ചീരു പ്രസവിച്ച അവളുടെ ജീവന് തന്നെ അപകടമാണെന്ന് വിനയൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞത്. അല്ല, അവനെന്തിനാ നിന്നെ വിളിച്ചു പറയുന്നേ? അവന്റെ കൊച്ചല്ലേ? അതിനെ അവള് പ്രസവിച്ചേ പറ്റൂന്ന് പറഞ്ഞായിരുന്നല്ലോ ഇതുവരെ അവന്റെ നെട്ടോട്ടം. ചീരു വീണ്ടും കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞാണോ അല്ലേ? അങ്ങനെയല്ല, വിനയൻ ഇപ്പൊ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും ചീരുവിനെ മതിയെന്നാ. ഓ, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചീരുവിനെ വിളിച്ചെന്ന് ഉപദേശിക്കാൻ പറയാനാ വിനയൻ എന്നെ വിളിച്ചത്. എന്നുവെച്ചാ ചീരുവിനോട് അബോഷൻ ചെയ്യാൻ പറയണമെന്നാണോ? അങ്ങനെയൊന്നും അവൻ പറഞ്ഞില്ല. ഇപ്പൊ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാ വലിയൊരു ആപത്തിൽ നിന്ന് ചീരുവിനെ രക്ഷിക്കാം, അങ്ങനെ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. ചീരുവിന്റെ വിവരങ്ങൾ ഇനി വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിക്കണം. എന്തിനാടാ വിളിച്ചന്വേഷിക്കുന്നേ? പോയി നേരെ കാണ്. നിന്റെ തലവേദന അങ്ങോട്ട് മാറട്ടെ. ചീരുവിനെ ഓർത്തുള്ള ചെന്നിക്കുത്ത് ഇതുവരെ മാറിയിട്ടില്ലല്ലോടാ. അമ്മേ, അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അല്ലേ, ഞാൻ പറയുന്നതാണോ കുഴപ്പം? എടാ, ആ വിനയന് നിന്റെയും ചീരുവിന്റെയും കാര്യത്തിൽ ഇപ്പോഴും എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാൻ അവളോട് ആവശ്യപ്പെടാൻ അവൻ നിന്നോട് പറഞ്ഞത്. അങ്ങനെ വിനയേട്ടൻ ആവശ്യപ്പെട്ട നേട്ടം പറഞ്ഞോ അമ്മേ? അമ്മ വെറുതെ എഴുതാപ്പുറം വായിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. അതേടി, ഞാൻ എപ്പോഴും പ്രശ്നക്കാരിയാണല്ലോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനന്തമാഷിന്റെ കുടുംബം ഈ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായിട്ട് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ആ കുടുംബത്തിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കരുത്. അങ്ങനെ നോക്കിയാ അതിലെന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറയും. പറയുക മാത്രമല്ല, പണ്ട് ചത്തതും പട്ടടയിൽ അടക്കിയതെല്ലാം പുറത്തെടുത്തിട്ട് ഞാൻ അവിടെ നാറ്റിക്കും. സുശീല ആ താല്പര്യം പുറത്തു കൊണ്ടുവരും. കുറച്ച് കറി മതി മതി. ചീരു ചേച്ചി ഹോസ്പിറ്റലാണെന്ന കാര്യം ശബരിയേട്ടൻ അച്ഛനോട് പറഞ്ഞു? പറഞ്ഞു. നമ്മൾ ഇന്ന് തന്നെ പോയി നോക്കേണ്ടതായിരുന്നു എന്നാ അച്ഛൻ പറഞ്ഞത്. സിറ്റി ഹോസ്പിറ്റലിലല്ലേ? നിങ്ങൾക്കൊന്ന് പോയി വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലേ ഏട്ടത്തി, ICU വാർഡിലേക്ക് മാറ്റിയ ദിവസം തന്നെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാ. അതെ, നാളെ ആകുമ്പോഴേക്കും ചീരു ചേച്ചി ഒന്നുകൂടി നോർമലാവും. ഇന്നവിടെ ബാക്കി എല്ലാരും ഉണ്ട് അനുദേശി.
നാളെ വേണമെങ്കിൽ നമുക്ക് ചിരിച്ചേച്ചിക്ക് കൂട്ടിരിക്കണമെങ്കിൽ ഇരിക്കാലോ, അല്ലേ ശബരേട്ടാ? കമ്പനിയിൽ രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ? അത് മതി. ഇനി ശബരേട്ടൻ തിരക്കാണെങ്കിൽ ഞാൻ അനുദേശിയും കൂട്ടി പോയിക്കോളാം. ശബരേട്ടൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി. ആ നമുക്ക് നോക്കുന്നതേ. ധനേട്ടന് വാസന്തി ചേച്ചി വന്നെന്ന് തോന്നുന്നു. അവരിവിടെ ഇല്ലായിരുന്നോ? എവിടെ പോയത്? സിനിമയ്ക്ക് പോയതാ. രാത്രി ഫുഡും കഴിച്ച് വരുമെന്ന് പറഞ്ഞു. അതാ എനിക്കൊരു ആശ്വാസം. ദേ മഴ വരുന്നുണ്ട്, പെട്ടെന്ന് പോയിട്ട് വാ. നല്ല സിനിമയായിരുന്നല്ലയോ? പിന്നെ എനിക്ക് മതി, നിങ്ങൾ പതുക്കെ കഴിച്ചോ. ആഹാ, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ഞങ്ങളെ പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ നിന്നില്ല. ദേ ചിക്കൻ ചില്ലി ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചു. അനിതേ, നീയേ ഒരു 10 ചപ്പാത്തി ചൂടോടെ ഉണ്ടാക്കി വെക്കണേ. ചേച്ചിയല്ലേ പറഞ്ഞത് കഴിച്ചിട്ട് വരുമെന്ന്. പോകുമ്പോ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കുമായിരുന്നല്ലോ. അതെ, ഉണ്ടാക്കി വെച്ച ടേസ്റ്റ് ഉണ്ടാവത്തില്ല അനിതേ. നീ ഫ്രഷ് ആയി ഉണ്ടാക്കി തരുമ്പോഴാ അതിന്റെ ഒരു രുചി, അല്ലേ വാസന്തി? ആ അല്ല, ചിക്കൻ ചില്ലി വാങ്ങുന്നിടത്തെ ഫ്രഷ് ചപ്പാത്തി കിട്ടുമല്ലോ അളിയ. അവിടെ നിന്ന് ഒരു 10 വാങ്ങിക്കാതിരുന്നെന്താ? പുറത്തുനിന്ന് നമ്മൾ ചപ്പാത്തി വാങ്ങുമ്പോഴേ അത് ഭയങ്കര നഷ്ടാ ശബരി. കൊള്ളൂല. 10 രൂപയോ ഒരെണ്ണത്തിന്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ആട്ടമാവൊക്കെ എടുത്ത് കുഴച്ച് പരത്തി ചപ്പാത്തി ഉണ്ടാക്കിയാ മൊത്തം 10 രൂപയ്ക്ക് കാര്യം കഴിയും. ഓ, അപ്പൊ ഈ രാത്രി നേരത്ത് മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നവരുടെ അധ്വാനത്തിന് ഒരു വിലയില്ല ധനേട്ടാ. അതിന് നിന്നോട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ദേ അത് അനിത ചെയ്തു. പട്ടിയോട്ട് പുല്ല് തിന്നിയില്ല, പശുവിനെ പുല്ല് തിന്നാൻ സമ്മതിക്കേയില്ല എന്ന് പറഞ്ഞ പോലെയാ നിന്റെ ഒരു കാര്യം. വേണ്ട അനിതേ, നീ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ചെയ്താ മതി. അപ്പോഴത്തേക്കും ചേച്ചിയും ചേട്ടനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതെ, ഇവിടെ വെച്ചിട്ടുണ്ടേ. വാ ധനേട്ടാ. അനിതേ, ചപ്പാത്തി നല്ല മൊരിച്ചെടുത്തോ. ശ്ശോ, ഇത് വലിയ കഷ്ടമാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു അതിരില്ലേ? ശബരേട്ട പോയി കിടന്നു. ഞാൻ പാത്രം കഴുകാൻ അനുദേശിച്ച് ഒന്ന് സഹായിച്ചിട്ട് വരാം. എന്തായാലും ഞാനും ദയയും നാളെ തന്നെ അങ്ങോട്ടേക്ക് വരാൻ കേട്ടാ. ഇപ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ശരി, എന്നാ വെച്ചോ. ഗുഡ് നൈറ്റ്. ആരാ ശബരേട്ടാ? രഘുവേട്ടനാ. പുള്ളി ഹോസ്പിറ്റലിലുണ്ട്. ചീരുവിന്റെ ബൈസ്റ്റാൻഡർമാരായിട്ട് ഇന്ന് അമ്പിളി ചേച്ചിയും രഘുവേട്ടനാ. പാവം, ഇന്നലെ രാത്രി അവർ തന്നെ ആയിരുന്നു. വിനേട്ടനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു കാണും അല്ലേ? അതെ, അവൻ ചീരുവിനോർത്ത് ആകെ ടെൻഷനില്ല. ഇന്ന് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ചിരിച്ചേച്ചിയുടെ അവസ്ഥയെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞു കാണോ? അത് വിനയൻ തന്നെ അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് വിനയം ഭയപ്പെട്ടതുപോലെയൊന്നും അച്ഛൻ ഭയപ്പെട്ടില്ല. അച്ഛൻ ആ കാര്യം ചീരനോട് സംസാരിച്ചപ്പോ ഒരു കാരണവശാലും കുഞ്ഞിനെ ഇല്ലാതാക്കില്ലെന്ന് അവൾ തീർത്ത് പറഞ്ഞു. ഡോക്ടേഴ്സ് എന്തെങ്കിലും പ്രതിവിധി കാണുമായിരിക്കും അല്ലേ? അതെ, ഇനി വിനയന്റെ പേടിയാ നമ്മൾ മാറ്റേണ്ടത്. അല്ല, നീ മോനെടുത്തില്ലായിരുന്നോ? ഇല്ല, അവനെ അനതേച്ചിയുടെ മുറിയില് നല്ല ഉറക്ക. എടുത്ത ചിലപ്പോ കരയും. പിന്നെ ചേച്ചി അളിയനും ചിക്കൻ ചില്ലിയും ചപ്പാത്തിയും കഴിച്ചു തുടങ്ങിയോ? ആ, ഇപ്പൊ തുടങ്ങി കാണും. ഞാനും അനതേച്ചിയും 10 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സ്ഥലം വിട്ടു. അനതേച്ചി റൂമിൽ കയറി വാതിലും അടച്ചു. ഞാൻ ഇങ്ങോട്ടും പോന്നു. ഓ, എന്നാലും വല്ലാത്ത മനുഷ്യന്മാര് തന്നെ. ഇത് അനതേച്ചിയെ കഷ്ടപ്പെടുത്താൻ മനഃപൂർവ്വം ചെയ്തതാവാനാ സാധ്യത.
ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ശബരിയേട്ടാ. അവരനുദേച്ചിയെ ഇങ്ങനെ വേലക്കാരെ പോലെ ഉപയോഗപ്പെടുത്തുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് പിന്നെ ഏട്ടത്തി എല്ലാം ചെയ്തു കൊടുത്തിട്ടല്ലതേ. പറ്റില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ അവരെന്ത് ചെയ്യാന്? അനുദേച്ചിക്ക് ആരോടും എതിർത്ത് പറഞ്ഞ ശീലമില്ല ശബരിയേട്ടാ. ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിലേ അനുദേച്ചിക്ക് പ്രതികരിക്കാനുള്ള കരുത്തുണ്ടാവും. അല്ല, അനുദേച്ചി ഞാനൊന്ന് റെഡിയാക്കി എടുത്താലോ?